അഭിഷേകം ചെയ്തിടണേ, കണ്ണീരുമാക്കിടുവാൻ ഇന്നെന്നിൽ നിറയണമേ, തിരുരക്തമൊഴുക്കണമേ. അഭിഷേകം ചെയ്തിടണേ, കണ്ണീരുമാക്കിടുവാൻ ഇന്നെന്നിൽ നിറയണമേ. ഒന്നായി പാടി മാറ്റിടാം, കൈത്താളത്തോടെ പാടിടാം, വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. ഒന്നായി പാടി മാറ്റിടാം, കൈത്താളത്തോടെ പാടിടാം, വിടുതലിൻ നിമിഷമിതാ, സ്വർഗീയ സമയമിതാ. കർത്താവായ യേശുക്രിസ്തുവിന്റെ നാമത്തിൽ ഏവർക്കും സമാധാനവും സന്തോഷവും ആശംസിക്കുന്നു. പ്രിയപ്പെട്ടവരെ, ഈ നോമ്പ് കാലഘട്ടം അനുഗ്രഹത്തിന്റെ കാലഘട്ടമായി നമ്മൾ സ്വീകരിക്കുമ്പോൾ ഈ മണിക്കൂറിൽ നമ്മൾ ധ്യാനിക്കുന്നത് ഈ അടുത്ത നാളിൽ പരിശുദ്ധ മാർപ്പാപ്പ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു നോമ്പുകാല ജീവിത ചൈതന്യം എന്തായിരിക്കണമെന്ന് നമ്മളെ ഓർമ്മപ്പെടുത്തിക്കൊണ്ട് പറഞ്ഞ ചില ചിന്തകൾ നമ്മൾ വിശുദ്ധ ഗ്രന്ഥത്തിന്റെ വെളിച്ചത്തിൽ ധ്യാനിക്കുകയാണ്, പ്രാർത്ഥിക്കുകയാണ്. ലോകത്തിന്റെ എവിടെയാണെങ്കിലും ഈ സമയം വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ വചനം നമ്മുടെ ഉള്ളിലും അഭിഷേകമായും കൃപയായും മാറ്റപ്പെടാൻ പ്രാർത്ഥിക്കാം. ഫ്രാൻസിസ് മാർപ്പാപ്പ നോമ്പിനെക്കുറിച്ച് പറഞ്ഞു വയ്ക്കുമ്പോൾ ആദ്യമായിട്ട് പറഞ്ഞു വയ്ക്കുന്ന ഒരു കാര്യം, നോമ്പ് കാലഘട്ടം ഒരു നല്ല തുടക്കത്തിന്റെ കാലഘട്ടം എന്നുള്ളതാണ്. എന്തിനുള്ള തുടക്കത്തിന്റെ കാലഘട്ടമാണ്? യേശുക്രിസ്തു എന്ന് പറയുന്ന ഒരു വ്യക്തിയെ സ്വീകരിച്ചുകൊണ്ട് പുതിയ അഭിഷേകത്തിൽ വളരാനുള്ള കാലഘട്ടം. ഫ്രാൻസിസ് മാർപ്പാപ്പ കോട്ട് ചെയ്യുന്നത് ജോയേൽ പ്രവാചകന്റെ പുസ്തകം 2-ാം അധ്യായം 12-ാം തിരുവചനത്തോടുകൂടിയാണ്. പൂർണ്ണ ഹൃദയത്തോടെ ദൈവത്തെ തിരിച്ചറിയാൻ ഒരു വലിയ അനുഗ്രഹത്തിന്റെ സമയം. പ്രിയപ്പെട്ടവരെ, ഇത് കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീയും ചിന്തിക്കുക, നിന്റെ ജീവിതത്തിൽ ഈ നോമ്പ് കാലഘട്ടം എന്ത് അനുഗ്രഹമാണ് പ്രദാനം ചെയ്തുകൊണ്ടിരിക്കുന്നത്? ദൈവത്തെ തിരിച്ചറിയാൻ നിനക്ക് സാധിക്കുന്നുണ്ടോ? ദൈവ അഭിഷേകം തിരിച്ചറിയാൻ സാധിക്കുന്നുണ്ടോ? വിശുദ്ധ ഗ്രന്ഥം വായിച്ചു പോകുമ്പോൾ നമ്മൾ ഇങ്ങനെ മനസ്സിലാക്കുന്നു, ആരെല്ലാം ദൈവത്തെക്കുറിച്ചും ദൈവകാര്യങ്ങളെക്കുറിച്ചും അന്വേഷിച്ചുകൊണ്ട് മുമ്പോട്ടിറങ്ങിയിട്ടുണ്ടോ അവരെല്ലാവരും ജീവിതത്തിൽ സന്തോഷം പ്രാപിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് പുതിയ നിയമത്തിനടുത്ത് വായിച്ചു നോക്കുക, യേശുവിന്റെ മുമ്പിൽ ആരെല്ലാം വന്നു പെട്ടിട്ടുണ്ടോ അവരെല്ലാവരും തന്നെ അനുഗ്രഹം പ്രാപിച്ചുകൊണ്ടാണ് പോയിട്ടുള്ളത്. അവനെ നോക്കിയവരും അവൻ നോക്കിയവരും അനുഗ്രഹം പ്രാപിച്ചു. എന്തിനു പറയേണ്ടു? തന്നെ ഒരിക്കലും കാണരുതെന്ന് ആഗ്രഹിച്ചുകൊണ്ട് മരങ്ങൾക്കിടയിൽ ഇലകൾക്കിടയിൽ മറഞ്ഞിരുന്ന സക്കേവൂസിനെ പോലും ഈശോ വെറുതെ വിട്ടില്ല. കാരണം ഈശോ അവന്റെ ഹൃദയത്തിന്റെ ആഗ്രഹത്തെ കണ്ടു. അപ്പോൾ നമ്മൾ ഒരു കാര്യം മനസ്സിലാക്കണം, ഈ കാലഘട്ടത്തിൽ ദൈവത്തെയും ദൈവകാര്യങ്ങളെയും തിരിച്ചറിയുമ്പോൾ ദൈവം നമ്മുടെ ജീവിതത്തിൽ നമ്മൾ പോലും അറിയാതെ അനുഗ്രഹങ്ങളും അഭിഷേകവും നൽകുകയും സന്തോഷത്തോടെ ജീവിക്കാൻ പ്രേരണ നൽകുകയും ചെയ്യും. ഫ്രാൻസിസ് മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ ഈ നോമ്പ് കാലഘട്ടത്തെക്കുറിച്ച് പഠിപ്പിക്കുമ്പോൾ പ്രത്യേകിച്ച് ലൂക്കായുടെ സുവിശേഷം 16-ാം അധ്യായം 19 മുതലുള്ള തിരുവചനത്തെ കോട്ട് ചെയ്തുകൊണ്ടാണ് മാർപ്പാപ്പ പഠിപ്പിക്കുന്നത്. ഈ 19 മുതലുള്ള തിരുവചനത്തിൽ നമ്മൾ കാണുന്നത്
ലാസർ എന്ന് പറയുന്ന വ്യക്തിയെയും ധനവാനെയും കുറിച്ചാണ്. ലാസറും ധനവാനും. പ്രിയപ്പെട്ടവരെ, നമുക്കറിയാം ഈ രണ്ട് കഥാപാത്രങ്ങളെ ലൂക്കാസ് വിശേഷകൻ നമ്മുടെ മുമ്പിൽ അവതരിപ്പിച്ചുകൊണ്ട് രണ്ട് വ്യത്യസ്ത ധ്രുവങ്ങളിലുള്ള ജീവിത ശൈലിയാണ് പഠിപ്പിക്കുന്നത്. ലാസർ എന്ന വാക്കിന്റെ അർത്ഥം നമുക്കറിയാം, വാഗ്ദാനങ്ങൾ നിറഞ്ഞവൻ, അല്ലെങ്കിൽ മറ്റൊരു വാക്കിൽ പറഞ്ഞു കഴിഞ്ഞാൽ അനുഗ്രഹം പ്രാപിക്കേണ്ടവൻ എന്നുള്ളത് തന്നെയാണ് ലാസർ എന്ന വാക്കിന്റെ അർത്ഥം. എന്നാൽ പേരിനോട് ലെവലേശം ബന്ധമില്ലാതെയാണ് ഈ വചനത്തിൽ അവതരിപ്പിച്ചിരിക്കുന്ന ലാസറിന്റെ ജീവിതമുള്ളത്. ലാസറിനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്ന എന്താണ്? 16-ാം അധ്യായം 20-ാം തിരുവചനം, അവന്റെ പടിവാതിൽക്കൽ ലാസർ എന്നൊരു ദരിദ്രൻ കിടന്നിരുന്നു. അവന്റെ ശരീരം വ്രണങ്ങൾ കൊണ്ട് നിറഞ്ഞിരുന്നു. ധനവാന്റെ മേശയിൽ നിന്ന് വീണിരുന്നവ കൊണ്ട് വിശപ്പടക്കാൻ അവൻ ആഗ്രഹിച്ചു. നായ്ക്കൾ വന്ന് അവന്റെ വ്രണങ്ങൾ നക്കിയിരുന്നു. അനുഗ്രഹം അവകാശമാക്കപ്പെടേണ്ടവൻ, അല്ലെങ്കിൽ വാഗ്ദാനങ്ങൾ നിറഞ്ഞവന്റെ ഒരു ജീവിതത്തെക്കുറിച്ചാണ് പറയുന്നത്. എന്താണ്? പട്ടി നക്കിയിരുന്നു, വ്രണങ്ങളാൽ കലുഷിതമായിരുന്നു, വിശപ്പടക്കാൻ ഒരു നേരത്തെ ഭക്ഷണം പോലുമില്ല. അവൻ കിടന്നിരുന്നത് ധനവാന്റെ വീട്ടുപുരയ്ക്കലായിരുന്നു, വീട്ടു കവാടത്തിലായിരുന്നു. പ്രിയപ്പെട്ടവരെ, അനുഗ്രഹത്തെക്കുറിച്ചൊക്കെ മാനുഷിക തലത്തിലുള്ള ചില ചിന്തകളെ നമ്മൾ ഈ ലാസറിനെ വെച്ച് കണക്കാക്കുമ്പോൾ എന്തനുഗ്രഹമാണുള്ളത്? നമ്മളൊക്കെ എപ്പോഴും പറയുന്നത് അനുഗ്രഹത്തെ അങ്ങനെയാണല്ലോ മാനദണ്ഡമാക്കുന്നത്. 2 നല്ല വീടുണ്ടെങ്കിൽ, കാറുണ്ടെങ്കിൽ, നല്ല കുടുംബം ഉണ്ടെങ്കിൽ, മക്കളുണ്ടെങ്കിൽ, കുടുംബ പശ്ചാത്തലങ്ങളുണ്ടെങ്കിൽ നമ്മൾ പറയും അനുഗ്രഹിക്കപ്പെട്ട സ്ഥലം. എന്നാൽ വിശുദ്ധ ഗ്രന്ഥം അനുഗ്രഹത്തെ ലോകത്തിന്റെ ഏതെങ്കിലും കാര്യത്തെ കൊണ്ടല്ല ബന്ധപ്പെടുത്തിയിരിക്കുന്നത്. തെറ്റാണ്. നിനക്ക് പണമുള്ളത് നിന്റെ അനുഗ്രഹമാണെന്ന് വചനം പറയുന്നില്ല. നിനക്ക് 2 നില വീടുള്ളത് അനുഗ്രഹമാണെന്ന് വചനം പറയുന്നില്ല. അനുഗ്രഹത്തിന് വിശുദ്ധ ഗ്രന്ഥം കൊടുക്കുന്ന ചില വ്യാഖ്യാനങ്ങൾ ലാസറിലൂടെയൊക്കെ നമ്മൾ പഠിക്കുന്നത് നല്ലതാണ്. അനുഗ്രഹത്തിന്റെ മാനദണ്ഡം ആരെല്ലാം ദൈവത്തോട് ചേർന്നിരിക്കുന്നുവോ അവർക്കുള്ള കൃപയാണ്. അല്ലാതെ ഈ ഭൂമിയിൽ ഭൗതികമായിട്ട് എന്തെങ്കിലും സുഖസൗകര്യങ്ങൾ ഉള്ളതുകൊണ്ടല്ല ഒരു വ്യക്തിക്ക് അനുഗ്രഹമുള്ളത്. ഇനി വിശുദ്ധ ഗ്രന്ഥത്തില് ലൂക്കാസ് വിശേഷകൻ പരിചയപ്പെടുത്തുന്ന 2ാമത്തെ വ്യക്തി ധനവാനാണ്. ലാസറിന്റെ പേരെങ്കിലും ഉണ്ട്. ഇത് ധനവാൻ എന്നാണ് പറഞ്ഞത്. ധനവാന് പേരില്ല. എന്നാൽ ഈ ധനവാന്റെ പ്രത്യേകതയെക്കുറിച്ച് വചനം പഠിപ്പിക്കുന്നുണ്ട്. 16-ാം അധ്യായം 19-ാം വചനം, ഒരു ധനവാനുണ്ടായിരുന്നു. അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, പടിവാതിൽക്കൽ കിടന്നിരുന്ന ഈ ലാസറിനെ ഈ ധനവാൻ ശ്രദ്ധിച്ചിട്ടേയില്ല, മൈൻഡ് ചെയ്തിട്ട് പോലുമില്ല. പ്രൈസ് ദി ലോർഡ്. പരിശുദ്ധ മാർപ്പാപ്പ ഈ നോമ്പുകാലത്തിന്റെ ചൈതന്യത്തെ നിലനിർത്തിക്കൊണ്ട് ഇന്ന് നമ്മളോട് പറഞ്ഞു വെക്കുന്ന ഒരു കാര്യമുണ്ട്. നിന്റെ വീട്ടുവാതിൽക്കൽ കിടക്കുന്ന അപരൻ നിനക്ക് ഒരു ശല്യമല്ല, മറിച്ച് അത് ഒരു ദാനമാണ്. അപരൻ ഒരു ദാനമാണ്. ഈ സമയത്ത് വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നിനക്ക് ധ്യാനിക്കാൻ പറ്റിയൊരു വിഷയമാണ്. ഈ നോമ്പിൽ നിനക്ക് നിന്റെ ചുറ്റുവട്ടത്തുള്ള സഹോദരങ്ങളെക്കുറിച്ച് എന്തു തോന്നുന്നു? നിനക്കവര് ശല്യമാണോ? ചില വ്യക്തികളൊക്കെ വല്ലാണ്ട് ശല്യപ്പെടുത്തുകയും അസ്വസ്ഥപ്പെടുത്തുകയും നിന്റെ വീടിനെയും കുടുംബത്തെ, നിന്റെ വ്യക്തിപരമായ ജീവിതത്തെ പോലും മോശപ്പെടുത്തുകയും ചെയ്യുമ്പോൾ നിനക്ക് എന്തു തോന്നുന്നു? അവര് ശല്യമാണോ അതോ അനുഗ്രഹമാണോ? അവർ നിനക്കെതിരെ ഏതെങ്കിലും കാര്യങ്ങൾ പ്രവർത്തിക്കുന്നുണ്ടെങ്കിൽ സഹോദരി ഒരു കാര്യം ഓർപ്പിച്ചോ, അവരൊരു കാര്യം നിന്നോട് ചോദിക്കുന്നതാണ്. എന്താണ് ആ ചോദിക്കുന്നത്? സഹോദരി എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണേ എന്ന് പറയുന്നൊരു കാര്യമാണത്. നിനക്കെതിരായിട്ട് ആരെങ്കിലുമൊക്കെ ദ്രോഹം ചെയ്യുമ്പോൾ ആ വ്യക്തിക്ക് വേണ്ടി പ്രാർത്ഥിക്കാനുള്ള ഒരു നിയോഗം നിന്റെ മുമ്പിൽ ദൈവം വെച്ചു തരികയാണ്. അപരൻ എന്ന് പറയുന്നത് ഒരു ദാനമാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ടവരെ, 2ാമതായിട്ട് പരിശുദ്ധ മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ പഠിപ്പിക്കുന്ന ഒരു പ്രധാനപ്പെട്ട കാര്യം പാപം നമ്മളെ ബന്ധിക്കും എന്നുള്ളതാണ്. ലാസറിന്റെയും ധനവാന്റെ ഉപമയിൽ ഈ ധനവാനെ കുറിച്ച് വചനം പഠിപ്പിച്ചു വച്ചിരിക്കുന്ന എന്താണ്? അവൻ ചെമന്ന പട്ടും മൃദുല വസ്ത്രങ്ങളും ധരിക്കുകയും എന്നും സുഭിക്ഷമായി ഭക്ഷിച്ച് ആനന്ദിക്കുകയും ചെയ്തിരുന്നു. അവൻ ധനികനായിരുന്നു. ധനം ചിലപ്പോഴൊക്കെ അസ്വസ്ഥതയ്ക്ക് ഇടവരുത്തും. ശരിയല്ലേ? പണം നല്ലതാണ്, പക്ഷെ പണത്തോടുള്ള ഒരു മനുഷ്യന്റെ ആറ്റിറ്റ്യൂഡ് വളരെ പ്രധാനപ്പെട്ടതാണ്. പണത്തോടുള്ള ഒരു വ്യക്തിയുടെ ആറ്റിറ്റ്യൂഡ്. നമ്മുടെ ഇന്ത്യ രാജ്യത്ത്
കുറച്ചു നാളുകൾക്ക് മുമ്പ് സാമ്പത്തികമായ പ്രതിസന്ധി രൂക്ഷമായി. 1000-ന്റെയും 500-ന്റെയും നോട്ടുകൾ നിരോധിച്ച അവസരത്തിൽ എത്രയോ പേർക്കാണ് ഉറക്കം നഷ്ടപ്പെട്ടത്, എത്രയോ പേർക്കാണ് മാനസിക രോഗങ്ങളുണ്ടായത്. കാരണം എന്താണ്? അവരിങ്ങനെ അടുക്കി പണമാണ് ജീവിതമെന്നിങ്ങനെ കരുതി സന്തോഷിച്ചു വന്നിരിക്കുമ്പോൾ ഒരുക്കി വെച്ചിരുന്നതെല്ലാം ഒന്നുമല്ല എന്ന് മനസ്സിലായി. വെറും വസ്തുക്കളായിട്ട്, അല്ലെ? 1000-ന്റെ അക്കാലം അത്രയും നിലവിലിരുന്ന വാണിജ്യം അല്ലെങ്കിൽ അതിന്റെ വാല്യൂ നഷ്ടപ്പെട്ട് എന്തായി മാറി? വെറും ഒരു കടലാസ് പേപ്പറായി മാറ്റപ്പെട്ടു. സമ്പത്ത് എന്ന് പറയുന്നതിനെ ഒരു പരിധി വിട്ട് നീ ആശ്രയിച്ചു കഴിഞ്ഞാൽ സമ്പത്ത് നിന്നെ കുഴിയിൽ വീഴ്ത്തും. നമ്മുടെ മുമ്പിൽ 1 തിമോത്തി 6:10 വചനം പഠിപ്പിക്കുന്നു, ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം. ധനമോഹമാണ് എല്ലാ തിന്മയുടെയും അടിസ്ഥാനം. എന്നെ കേട്ടുകൊണ്ടിരിക്കുമ്പോൾ നീ ചിന്തിച്ചു നോക്കുക, നിന്റെ ജീവിതത്തിൽ സമ്പത്തിനോടുള്ള നിന്റെ ആറ്റിറ്റ്യൂഡ്, നിന്റെ പെരുമാറ്റം എങ്ങനെയാണ്? സമ്പത്ത് വേണ്ടെന്നല്ല പറഞ്ഞു വെക്കുന്നത്, സമ്പത്ത് അതിൽ തന്നെ ഒരു അനുഗ്രഹമാണ്. പക്ഷേ പണമാണ് ജീവിതം എന്ന് കരുതി അതിനുവേണ്ടി മാത്രം ജീവിക്കുമ്പോൾ എവിടെയോ നിന്റെ കാലിടറുന്നു എന്നുള്ളത് വ്യക്തമാണ്. ഞാൻ ഓർക്കുന്ന ഒരു സംഭവം, കേരളത്തിൽ ഒരു സ്ഥലത്ത് ഒരു കൺവെൻഷന് വേണ്ടി ചെന്നപ്പോൾ ഒരു ചേട്ടൻ, ആ ചേട്ടൻ ആ പ്രദേശത്ത് വലിയൊരു മുതലാളിയാണ്. ആ ചേട്ടൻ എന്റെ അടുക്ക് വന്നിട്ട് പറഞ്ഞു, അച്ഛാ എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം കേട്ടോ. അപ്പോൾ ഇദ്ദേഹത്തെ എനിക്ക് പരിചയമുണ്ട്. ധ്യാന ശുശ്രൂഷയ്ക്കൊന്നും ഇത്രയും നാളും കണ്ടിട്ടില്ല. പക്ഷേ മറ്റു പല കാര്യങ്ങൾക്ക് ഇദ്ദേഹത്തെ ഞാൻ മുൻനിരയിൽ കണ്ടിട്ടുണ്ട്. കേരളത്തിൽ മാത്രമല്ല, തമിഴ്നാട്ടിലും കർണാടകത്തിലൊക്കെ ആയിട്ട് ഇഷ്ടം പോലെ ഏക്കർ കണക്കിന് സ്ഥലമുണ്ട്. എന്റെ അറിവ് ശരിയാണെങ്കിൽ 300 ഏക്കറിലധികം റബ്ബർ തോട്ടത്തിന്റെ ഉടമയാണ് ഇദ്ദേഹം. ഇദ്ദേഹം എന്നോട് പറയാ, അച്ഛാ എനിക്ക് ഭയങ്കര പ്രശ്നങ്ങളാണ്, പ്രാർത്ഥിക്കണം. ഞാൻ പറഞ്ഞു, സഹോദര വാ നമുക്ക് ഒരുമിച്ചിരുന്ന് പ്രാർത്ഥിക്കാം. പോകുന്ന വഴിയില് പള്ളിമേടയുണ്ട്, അതായത് കൺവെൻഷൻ നടക്കുന്ന പള്ളിമേടയ്ക്ക് അടുത്ത് തന്നെയാണ്. അപ്പൊ പള്ളിമേടയ്ക്ക് അകത്തോട്ട് ചെന്നു, ഞങ്ങളവിടെ ഭക്ഷണം കഴിക്കുന്ന സ്ഥലത്ത് ചെന്നു. ഞാൻ അദ്ദേഹത്തോട് പറഞ്ഞു, വാ നമുക്ക് ഒരുമിച്ചിരുന്ന് ഭക്ഷണം കഴിക്കാം. അപ്പോൾ അദ്ദേഹം പറഞ്ഞു, അയ്യോ അച്ഛാ ഒന്നും വേണ്ട അച്ഛാ, ഒന്നും വേണ്ട. ഞാൻ പറഞ്ഞു, എന്ത് പറ്റി? അയ്യോ അച്ഛാ എനിക്കൊന്നും വേണ്ട, ഞാൻ വിചാരിച്ചു ഉപവാസവും പ്രാർത്ഥനയൊക്കെ ആയിരിക്കുന്നു. ഞാനപ്പോ അവിടെ ഇരുന്ന് ഇച്ചിരി ചോറും കറികളൊക്കെ എടുത്ത അവസരത്തില് ഇദ്ദേഹത്തിന്റെ ഭാര്യ എവിടുന്ന് ഓടി വന്നിട്ട് എന്റെ മുമ്പിൽ വെച്ച് ഇദ്ദേഹത്തെ വഴക്ക് പറയുകയാണ്. എന്താണ് വഴക്ക് പറയുന്നത്? ചേട്ടനോട് പറഞ്ഞിട്ടില്ല ഒന്നും കഴിക്കരുത്, പിന്നെ എന്താണ് ഈ ചെയ്തുകൊണ്ടിരിക്കുന്നത്? അദ്ദേഹം ഒന്നും കഴിച്ചിട്ടില്ല കേട്ടോ. അപ്പൊ ഉടനെ തന്നെ ഞാൻ ചോദിച്ചു, ഇതെന്ത് പറ്റി, ഭർത്താവിന് ഭക്ഷണം കഴിക്കാൻ പാടില്ലേ? അപ്പോഴാണ് ഈ ഭാര്യ പറഞ്ഞത്, അയ്യോ അച്ഛൻ എന്തറിയാം, ഒന്നും കഴിക്കാൻ പാടില്ല അച്ഛ, ഈ കാണുന്ന തടി മാത്രമേ ഉള്ളൂ. ഞാൻ ചോദിച്ചു, കാരണം എന്താണ്? ഏതോ ഒരു വലിയ രോഗം, ഡോക്ടർമാർക്ക് പോലും കണ്ടുപിടിക്കാൻ പറ്റുന്നില്ല, ഏതോ വലിയ രോഗം പിടിപെട്ടിട്ട് ഇപ്പൊ ആകപ്പാട് അപകടാവസ്ഥയിലാണ്. അപ്പോ ഡോക്ടർമാര് പറഞ്ഞിരിക്കുന്നത് ഉപ്പില്ലാത്ത കഞ്ഞിയും ചുട്ട പപ്പടവും. കഴിച്ചിട്ടുണ്ടോ? ഉപ്പില്ലാത്ത കഞ്ഞിയും ചുട്ട പപ്പടവും വലിയ കഷ്ടപ്പാടാണ്, ഇത് മാത്രമേ കഴിക്കാവുള്ളൂ. 300 ഏക്കർ റബ്ബർ തോട്ടമുണ്ട്. കേരളത്തിലും തമിഴ്നാട്ടിലും കർണാടകത്തിലായിട്ട് ഏക്കർ കണക്കിന് ഇഷ്ടം പോലെ സ്ഥലം. ഇദ്ദേഹത്തിന്റെ ജീവിതം മുഴുവൻ റബ്ബർ. ഭാര്യ എന്നോട് പറഞ്ഞതാണ്, അച്ഛാ എത്രയോ തവണ പറഞ്ഞ പോട്ടെ പോയൊരു ധ്യാനം കൂടാൻ, എവിടെയെങ്കിലും പോയൊരു ധ്യാനം കൂടാൻ. അപ്പോഴേക്ക് ഇദ്ദേഹം ഒരു കാര്യം ചോദിച്ചുകൊണ്ടിരുന്നു, എടീ ഞാൻ പോയ റബ്ബർ ആര് നോക്കും? ഇങ്ങനെ റബ്ബർ നോക്കി നടന്ന് ഇപ്പൊ റബ്ബറായിട്ടിരിക്കുകയാണ്, ഒന്നും കഴിക്കാൻ മേല. ഇദ്ദേഹം ആകപ്പാടെ സങ്കടത്തിരിക്കുകയാണ്. അദ്ദേഹത്തിന്റെ മുമ്പില് ആ ചോറും കറിയൊക്കെ എടുത്ത് ഞാൻ കഴിക്കുമ്പോഴാണ് എനിക്ക് എന്നോട് തന്നെ ഒരു അഭിമാനം തോന്നി. കാരണം എന്താണ്? 5 സെന്റ് സ്ഥലം പോലും ഇല്ലെങ്കിലും സന്തോഷത്തോടെ നമുക്കിരുന്ന് കഴിക്കാൻ പറ്റും. 300 ഏക്കർ റബ്ബർ തോട്ടമുള്ള ചേട്ടൻ എന്നെ നോക്കി ഇങ്ങനെ ഇരിപ്പാണ്. പ്രിയപ്പെട്ടവരെ, ഞാൻ ഈ സംഭവം പറയുമ്പോ ഒരു കാര്യം ഓർത്തുകൊള്ളണം, ജീവിതത്തില് അദ്ദേഹം റബ്ബറിന് വേണ്ടി ഓടി, ചിലരൊക്കെ ഇപ്പോഴും ഓടിക്കൊണ്ടിരിക്കുകയാണ് പല കാര്യങ്ങൾക്കും വേണ്ടി. നിന്റെ ഓട്ടം കൊണ്ട് നിനക്ക് വല്ല ഗുണമുണ്ടോ? ധനമോഹമാണ് പല ദുരശക്തികളുടെയും അടിസ്ഥാനം. നമ്മുടെ മുമ്പില് മത്തായിയുടെ സുവിശേഷം 6:24 പഠിപ്പിക്കുന്നുണ്ട്, ദൈവത്തെയും മാമോനെയും ഒരുപോലെ സേവിക്കാൻ സാധിക്കുകയില്ല. ലോകത്തിന്റേതായിട്ടുള്ള ഏതെങ്കിലും കാര്യങ്ങളെ ചേർത്ത് പിടിച്ചുകൊണ്ട് നിനക്ക് ദൈവത്തെ സേവിക്കാൻ സാധിക്കില്ല. പണം ആവശ്യമാണ്, ലോകത്തിന്റെ കാര്യങ്ങൾ ആവശ്യമാണ്. പക്ഷേ അവയാണ് ദൈവമെന്ന് കരുതി കഴിഞ്ഞാൽ നിനക്ക് തെറ്റുപറ്റിപ്പോവും. അതാണ് ഈ സമ്പത്ത് അവന്റെ തലയ്ക്കകത്ത് ഹരമായിട്ട് കയറിയ ധനവാനെ കുറിച്ച് വചനം പഠിപ്പിക്കുന്നത്. അവനിങ്ങനെ ചെമന്ന വസ്ത്രങ്ങളൊക്കെ ധരിച്ച് ഇഷ്ടം പോലെ ഭക്ഷണമൊക്കെ കഴിച്ച് ഇങ്ങനെ ജീവിക്കുന്നു. അവന്റെ വീട്ടു കവാടത്തിങ്കിൽ കിടന്നിരുന്ന ലാസറിനെ കുറിച്ച് അവൻ മറന്നുപോയി, അവൻ ശ്രദ്ധിച്ചില്ല. പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് പരിശുദ്ധ മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ ഒരു കാര്യം പഠിപ്പിക്കുന്നുണ്ട്. വചനം ഒരു ദാനമാണെന്നാണ് പറയുന്നത്. വചനം ഒരു ദാനമാണ്. എന്താ ഇതിന്റെ അർത്ഥം?
പ്രിയപ്പെട്ടവരെ, മൂന്നാമതായിട്ട് ഈ കാര്യം പറഞ്ഞു പഠിപ്പിക്കുമ്പോൾ മരണശേഷം സംഭവിച്ചൊരു കാര്യത്തെ ഓർമ്മപ്പെടുത്തിക്കൊണ്ടാണ്. മരണശേഷം എന്താണ് സംഭവിച്ചത്? മരണശേഷം അതാ അബ്രാഹത്തിന്റെ മടിയിൽ ലാസർ എന്ന് വെച്ചു കഴിഞ്ഞാൽ അവന്റെ ജീവിതത്തിലെ അനുഗ്രഹത്തിന്റെ മാനദണ്ഡമായിട്ട് വചനം സൂചിപ്പിക്കുന്നത് അനുഗ്രഹത്തിന്റെ മാനദണ്ഡം ആരെല്ലാം ദൈവത്തോട് ചേർന്നിരുന്ന് ജീവിച്ചു എന്നുള്ളതാണ്. എന്നാൽ ധനവാനെക്കുറിച്ച് എന്താണ് പറയുന്നത്? 16 അധ്യായം 23 തിരുവചനം, ആ ധനികനും മരിച്ചടക്കപ്പെട്ടു, അവൻ നരകത്തിൽ പീഡിപ്പിക്കപ്പെടുമ്പോൾ കണ്ണുകൾ ഉയർത്തി നോക്കി ദൂരെ അബ്രാഹത്തെയും അവന്റെ മടിയിൽ ലാസറിനെയും കണ്ടു. അവൻ വിളിച്ചു പറഞ്ഞു, പിതാവായ അബ്രാഹമേ, എന്നിൽ കനിയണമേ, നിന്റെ വിരൽത്തുമ്പ് വെള്ളത്തിൽ മുക്കി എന്റെ നാവ് തണുപ്പിക്കാനായി ലാസറിനെ അയക്കണമേ, ഞാൻ ഈ അഗ്നിജ്വാലയിൽ യാതന അനുഭവിക്കുന്നു. അപ്പോൾ അബ്രാഹം എന്താ പറഞ്ഞു? അബ്രാഹം പറഞ്ഞു, മകനെ, നീ ഓർമ്മിക്കുക, നിനക്ക് ജീവിതകാലത്ത് എല്ലാ സുഖസൗകര്യങ്ങളും ലഭിച്ചിരുന്നു, ലാസറിന്റെ കഷ്ടതകളും. ഇപ്പോൾ അവൻ ഇവിടെ ആനന്ദിക്കുകയും നീ വേദന അനുഭവിക്കുകയും ചെയ്യുക. കൂടാതെ ഞങ്ങൾക്കും നിങ്ങൾക്കും മധ്യ ഒരു വലിയ ഗർത്തവും സ്ഥാപിക്കപ്പെട്ടിരിക്കുന്നു. ഇവിടെ നിന്ന് നിങ്ങളുടെ അടുത്തേക്കോ അവിടെ നിന്ന് ഞങ്ങളുടെ അടുത്തേക്കോ വരാൻ ആഗ്രഹിക്കുന്നവർക്ക് അത് സാധിക്കുകയില്ല. അപ്പോൾ അവൻ പറഞ്ഞു, പിതാവേ, അങ്ങനെയെങ്കിൽ ലാസറിനെ എന്റെ പിതൃഭവനത്തിലേക്ക് അയക്കണമേ എന്ന് ഞാൻ അപേക്ഷിക്കുന്നു. എനിക്ക് 5 സഹോദരന്മാരുണ്ട്. അവരും പീഡകളുടെ ഈ സ്ഥലത്ത് വരാതിരിക്കേണ്ടതിന് അവൻ അവർക്ക് സാക്ഷ്യം നൽകട്ടെ. അടുത്തതാണ് ഏറ്റവും പ്രധാനപ്പെട്ടത്. അപ്പോൾ അബ്രാഹം പറഞ്ഞു. എന്താണ് അബ്രാഹം പറഞ്ഞത്? 16 അധ്യായം 28 തിരുവചനം, അവർക്ക് മോശയും പ്രവാചകന്മാരും ഉണ്ടല്ലോ, അവരുടെ വാക്ക് കേൾക്കട്ടെ. എന്താ അതിന്റെ അർത്ഥം? മോശയും പ്രവാചകന്മാരും ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ വിശുദ്ധ ഗ്രന്ഥം അവരുടെ കൂടെ ഉണ്ടല്ലോ എന്നാണ് അതിന്റെ അർത്ഥം. മോശയും അബ്രാഹവും തുടങ്ങിയിട്ടുള്ള പ്രവാചകന്മാരൊക്കെ അനുഭവിച്ചു കടന്നുപോയ ചരിത്രം എഴുതിയ തിരുവചനം അവരുടെ കൂടെ ഉണ്ടല്ലോ. വചനം വായിക്കട്ടെ, ധ്യാനിക്കട്ടെ. അല്ലാതെ മോശ ചെന്ന് നേരിട്ട് പ്രസംഗം പറയുന്നു, അബ്രാഹം ചെന്ന് നേരിട്ട് പ്രസംഗം പറയുന്നു അല്ല അതിന്റെ അർത്ഥം. മറിച്ച് വചനത്തിന്റെ ശക്തി അപാരമാണ്. വചനം ധ്യാനിക്കട്ടെ, വചനം മുമ്പിലുള്ള തിരിച്ചറിവായിട്ട് മാറട്ടെ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. നോമ്പ് കാലഘട്ടത്തെ നമ്മുടെ മുമ്പിൽ ഇങ്ങനെ നിവർത്തി വെച്ചുകൊണ്ട് പരിശുദ്ധ ഫ്രാൻസിസ് മാർപ്പാപ്പ ഒരു കാര്യം പറഞ്ഞു വെക്കുന്നു, നിന്റെ വചനം നിനക്ക് ഒരു വലിയ അനുഗ്രഹമാണ്, വിശുദ്ധിയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അതുകൊണ്ടാണ് നോമ്പ് കാലഘട്ടത്തിൽ കൂടുതൽ വചനം വായിക്കണമെന്നൊക്കെ പറയണം. വചനം വായിക്കുമ്പോൾ നമുക്കൊരു കാര്യം മനസ്സിലാവും, എന്റെ ഈ ജീവിതം ഈ ഭൂമിയിലെ ജീവിതം കൊണ്ട് തീരുന്നതല്ല, മരണത്തിന് ശേഷവും ഒരു ജീവിതമുണ്ട്. സ്വർഗത്തെയും നരകത്തെയും കുറിച്ചൊക്കെയുള്ള ചില കാര്യങ്ങളൊക്കെ ഈ ധനവാനും ലാസറും നമ്മൾ ഓർമ്മപ്പെടുത്തുമ്പോൾ നീ ഒരു കാര്യം ഓർത്തുകൊള്ളണം, നീ ഈ ഭൂമിയിൽ ഏതൊക്കെ ചെയ്യുന്നുവോ അതൊക്കെയാണ് നിന്റെ ജീവിതത്തിൽ മരണശേഷം നിനക്കുള്ള ചൂണ്ടുപലകകൾ. നീ എങ്ങനെയായി തീരണമെന്ന് നിനക്ക് തീരുമാനിക്കാം. ചിലരൊക്കെ പറയുമല്ലോ, പ്രത്യേകിച്ച് ഈ കാലഘട്ടത്തിലെ ചെറുപ്പക്കാരൊക്കെ പറയുമല്ലോ, മരണശേഷമല്ല, അത് അപ്പം ആലോചിക്കാം. ധ്യാനത്തിനൊക്കെ വിളിക്കുമ്പോഴത്തേക്ക് അവർക്ക് പുച്ഛാണ്. അവർ പറയും, ധ്യാനോ ഈ പ്രായത്തിൽ, ഒരു പ്രായമൊക്കെ ആകട്ടെ എന്ന് പറയും. കുറച്ചു നാളുകൾക്ക് മുമ്പ് ഒരു ചെറുപ്പക്കാരൻ, അവൻ ആകപ്പാടെ പ്രശ്നം ഉണ്ടാക്കുന്നു. അവന് അപ്പനും അമ്മ ഒരു ബൈക്ക് മേടിച്ചു കൊടുത്തു. ഈ ബൈക്കും കൊണ്ട് കറക്കത്തോട് കറക്കം. അപ്പനും അമ്മയും പറഞ്ഞ് ചങ്കത്തടിച്ചോണ്ട് പറഞ്ഞു, അച്ഛാ ഞങ്ങൾക്ക് വലിയ തെറ്റുപറ്റിപ്പോയി. ആ ചെറുക്കൊരു ബൈക്ക് വാങ്ങിക്കൊടുത്തു. ഇപ്പൊ അവൻ ബൈക്ക് എന്ന് ഇറങ്ങുന്നില്ല. 24 മണിക്കൂറും ബൈക്ക് മാത്രമല്ല, വീട്ടിൽ കയറുന്നില്ല. അച്ഛാ കൂട്ടുകാരൊക്കെ ആയിട്ട് ഇങ്ങനെ കറങ്ങി നടപ്പാണ്. ഞാൻ അവനെ വിളിച്ചു, സംസാരിച്ചു. അവൻ എന്നോട് പുച്ഛത്തിലാ സംസാരിച്ചത്. അച്ഛനൊക്കെ ധ്യാനകേന്ദ്രത്തിലല്ല, അച്ഛനൊക്കെ അച്ഛൻ പട്ടം ജീവിച്ചാ മതി, ഞങ്ങളുടെ തലമുറ ഇങ്ങനെ ആഘോഷിച്ച് നടക്കും. ഞാനപ്പോ അവനോട് പറഞ്ഞു, ഒരു യൂത്ത് റിട്രീറ്റ് വരുന്നുണ്ട്, നീ ഒന്ന് പങ്കെടുക്ക്, നിനക്ക് നിന്റെ കൂട്ടത്തിലുള്ളവരെയൊക്കെ ഒന്ന് പരിചയപ്പെടാമല്ലോ. അതൊന്നും വേണ്ടച്ചാ, ആ പള്ളിയിലൊക്കെ വരുന്നതും ധ്യാനിക്കാൻ വരുന്ന ഒരു വക പിള്ളേരാ. ഞങ്ങളുടെ കൂട്ടത്തിലുള്ള യങ് ജനറേഷൻ, ഞങ്ങൾ ന്യൂ ജനറേഷൻ പിള്ളേരാ. അവരുടെ കൂട്ടത്തിലൊന്നും പോയ ശരിയാകത്തില്ല. ഞങ്ങളിങ്ങനെ അടിച്ചു പൊളിച്ച് ജീവിക്കും. ഞാൻ പറഞ്ഞു, നീ പ്രാർത്ഥിക്കണം, പ്രാർത്ഥനയൊക്കെ ചെയ്യാച്ച, ഒരു 10-60 വയസ്സ് കഴിയട്ടെ. എന്നിട്ട് പുച്ഛഭാവത്തിൽ ഇതിങ്ങനെയൊക്കെ സംസാരിച്ചിട്ട് പോയി. പ്രിയപ്പെട്ടവരെ, സങ്കടം തോന്നും. ഒന്നരാഴ്ച കഴിയുന്നതിന് മുമ്പ് ഒരു വാഹനാപകടത്തിൽ അവനും എന്റെ കൂട്ടുകാരും കൂടെ മൂന്നാർ പോകുന്ന വഴിക്ക് ഒരു വാഹനാപകടത്തിൽ ഇവൻ മരിക്കുകയാണ്. പ്രിയപ്പെട്ടവരെ, അപ്പന്റെ അമ്മയുടെ സങ്കടം. അവൻ എന്നോട് എന്താ പറഞ്ഞ, 60 വയസ്സ് കഴിയുമ്പോൾ, 19 വയസ്സ് കഴിയുമ്പോൾ ഞാൻ ധ്യാനത്തിന് വരും. പ്രിയപ്പെട്ടവരെ, ലോകത്തിന്റെ ചുറ്റുവട്ടത്തുള്ള കാര്യങ്ങളെ നോക്കിക്കൊണ്ട് കൊതിയോടെ അതാണ് ജീവിതമെന്ന് കണക്കാക്കരുത്. അതല്ല ജീവിതം. ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള ബലമാണ്. അതാണ് വിശുദ്ധ ഗ്രന്ഥം നമ്മളോട് പറയുന്നത്. എന്താണ്? മരണശേഷവും നിനക്കൊരു ജീവിതമുണ്ട്. ധനവാന് നരകത്തിൽ കിടന്നപ്പോഴാ ബോധം ഉണ്ടായത്. ധനവാൻ പറഞ്ഞു, അയ്യോ അങ്ങനെയെങ്കിലും ഒരു കാര്യം ചെയ്യണേ,
ഈ ഭൂമിയിലോട്ട് ചെന്നിട്ട് എന്റെ സഹോദരന്മാരവിടെയുണ്ട്, അവരോടൊക്കെ നിങ്ങളൊന്ന് പറഞ്ഞു കൊടുക്കുക, മരണശേഷം ഇങ്ങനെയൊക്കെ സംഭവിക്കും, അതുകൊണ്ട് മര്യാദയ്ക്ക് ജീവിക്കാൻ ചെന്ന് പറയും. അപ്പൊ അബ്രാഹാം എന്താ പറഞ്ഞ്? അബ്രാഹാം പറഞ്ഞു, നീ കഷ്ടപ്പെടേണ്ട, അവർക്ക് അവിടെ വചനമുണ്ട്, അവർക്ക് മനസ്സിലാക്കാൻ ജീവിത അനുഭവങ്ങളുണ്ട്, അത് എഴുതി വെച്ചിട്ടുണ്ട്. അബ്രാഹത്തെക്കുറിച്ചും ഇസഹാക്കിനെ കുറിച്ചും യാക്കോബിനെ കുറിച്ചും മോശയെക്കുറിച്ചും പഴയ നിയമത്തിലൊക്കെ ഇങ്ങനെ എഴുതി വെച്ചിട്ടുണ്ട്. പ്രിയപ്പെട്ടവരെ, എന്റെയും നിന്റെയും മുമ്പിൽ ഈ നോമ്പ് കാലഘട്ട ജീവിതത്തിൽ വചനം ഒരു ശക്തമായ വെല്ലുവിളി ഉയർത്തുകയാണ്. നമ്മുടെ ജീവിതം എങ്ങനെയാണ്? ലാസറിന്റെ ജീവിതമാണോ അതോ ധനവാന്റെ ജീവിതമാണോ നമ്മുടെ മുമ്പിൽ മാതൃക? നമ്മൾ ഈ ഭൂമിയിൽ സമ്പാദിക്കുന്നതും ഓടുന്നതൊക്കെ നമുക്ക് ഗുണകരമാവുമെങ്കിൽ കൊള്ളാം. സമ്പാദിക്കുന്നതൊക്കെ ഈ മണ്ണിൽ തീർന്നു പോകുന്നതാണെങ്കിൽ നിരാശയും ദുഃഖമായിരിക്കും. പ്രിയപ്പെട്ടവരെ, ശവപ്പെട്ടിക്കകത്ത് കിടക്കുമ്പോ നമുക്കൊരു അന്തസ്സോടുകൂടെ കിടക്കാൻ പറ്റണം. എന്താണ് അന്തസ്? ഞാനിങ്ങനെ എന്റെ ദേഹം വിട്ടുപോയാലും സാരയില്ല, കാരണം എനിക്കൊരു ജീവിതമുണ്ട്. അതെവിടെയാണ്? എന്റെ ദൈവത്തോട് ചേർന്നാണ്. ലാസർ വീട്ടുപടിക്കൽ കിടക്കുമ്പോൾ ലാസറിന്റെ ഉള്ളില് ഒരു അനുഗ്രഹത്തിന്റെ കൃപയുണ്ട്. അവൻ ചത്തു കഴിഞ്ഞപ്പോഴും എന്താ സംഭവിച്ചത്? അബ്രാഹത്തിന്റെ മടിയിലാ കിടക്കണേ. എന്തൊരു അനുഗ്രഹം എന്നറിയോ? അനുഗ്രഹത്തിന്റെ മാനദണ്ഡം എന്ന് പറയുന്നത്, നോമ്പിന്റെ അനുഗ്രഹം എന്ന് പറയുന്നത് ദൈവത്തോട് ചേർന്നിരിക്കുന്ന കാലഘട്ടത്തിന്റെ കൃപയാണ്. അതാണല്ലോ ഉപവാസത്തിനെ കുറിച്ചൊക്കെ പറഞ്ഞത്. ഉപവാസം, ഉപ പ്ലസ് വാസം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദൈവത്തോട് ചേർന്നിരിക്കുന്ന കാലഘട്ടം. ലോകത്തിന്റെ ചമന്ന വസ്ത്രങ്ങളും ഭക്ഷണവും സുഖസൗകര്യങ്ങളും ആസ്വദിച്ച് ജീവിക്കുന്ന ആ ജീവിത ശൈലിയെ മാറ്റിവെച്ചുകൊണ്ട് ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള വലിയൊരു വെല്ലുവിളി. പ്രിയപ്പെട്ടവരെ, പരിശുദ്ധ മാർപ്പാപ്പ നമ്മുടെ മുമ്പിൽ ഈ കാര്യങ്ങൾ പറഞ്ഞുകൊണ്ട് പഠിപ്പിക്കുകയാണ്. മക്കളെ, നിങ്ങൾ ഈ ജീവിത കാലഘട്ടത്തിൽ നോമ്പിന്റെ ചൈതന്യം നഷ്ടപ്പെടുത്തല്ലേ. ചിലരെ കണ്ടിട്ടുണ്ട് 40 ദിവസം ഭയങ്കര തീഷ്ണതയാണ്. എന്തിന്റെ തീഷ്ണതയാണ്? ചില കാര്യങ്ങൾ ഇങ്ങനെ മാറ്റിവെക്കും. മദ്യപിക്കുകയല്ല, ഇറച്ചി വേണ്ട, മീൻ വേണ്ട. എന്നിട്ട് എന്ത് സംഭവിക്കും? ഈ 40 ദിവസം, ഈ 50 ദിവസം മാറ്റിവെച്ചതെല്ലാം കൂടെ ഈസ്റ്റണ്ടെന്ന് തകർത്ത് കളയും. പ്രിയപ്പെട്ടവരെ, ചില കാര്യങ്ങൾ തകർക്കാനുള്ള കാലഘട്ടമല്ല നമ്മുടേത്, മറിച്ച് എന്താണ്? അതെന്നും സൂക്ഷിക്കാൻ. നോമ്പിന്റെ ചൈതന്യം ജീവിതകാലം മുഴുവൻ സൂക്ഷിക്കാനുള്ള കാലഘട്ടമാണ്. ഇത് കുറച്ച് നാളത്തേക്ക് കൊണ്ടുനടക്കുക. ആത്മീയ ജീവിതം എന്ന് പറയുന്നത് 50 ദിവസത്തേക്കുള്ളതൊന്നുമല്ല, മറിച്ച് മരണം വരെ കൊണ്ടു നടക്കാനാണ്. ഒരു ദൈവമകന്റെ ദൈവമകളുടെ വെല്ലുവിളിയാണ്. നീ ഏത് മതത്തിൽപ്പെട്ടവനാണെങ്കിലും, നീ ഏത് വർഗത്തിൽപ്പെട്ട വ്യക്തിയാണെങ്കിലും, ലോകത്തിന്റെ ഏത് കോണിലാണെങ്കിലും ഇതൊരു പച്ച പരമാർത്ഥമാണ്. 40-50 ദിവസത്തേക്ക് നീണ്ടു നിൽക്കുന്നതല്ല നോമ്പിന്റെ ചൈതന്യം, മറിച്ച് ചങ്കിന്റെ ഉള്ളിൽ ശ്വാസം ഉള്ളതുവരെ, അവസാന ശ്വാസം വലിക്കുന്നതുവരെ ദൈവത്തോട് ചേർന്നിരിക്കാനുള്ള കൃപയാണ്. പ്രിയപ്പെട്ടവരെ, ഈ കൃപയാണ് നമുക്ക് സ്വീകരിക്കേണ്ടത്. ഈ നാളുകളിൽ നീ ചിന്തിച്ചു നോക്ക്, നിന്റെ ജീവിതാവസ്ഥ എന്താണ്? നിന്റെ ജീവിതാവസ്ഥ എന്താണ്? ദൈവത്തോടാണോ ചേർന്നിരിക്കുന്നത് അതോ ലോകത്തോടാണോ? ഒരുപക്ഷെ നോമ്പിന്റെ ചൈതന്യങ്ങളൊക്കെ ചിന്തിക്കുമ്പോൾ നീ പരാജയപ്പെട്ടു പോയിട്ടുണ്ടാവും. ചില കാര്യങ്ങളൊക്കെ വേണ്ടാന്ന് വെച്ചിട്ട് വീണ്ടും നീ എടുത്ത് ഉപയോഗിച്ചിട്ടുണ്ടാവും. സാരയില്ല, സംഭവിച്ചതെല്ലാം സംഭവിച്ചു. ഇനി നിനക്ക് സാധ്യതയുണ്ട്. എന്തിനു വേണ്ടി? ഒന്നും കൂടെ പണിതുയർത്താൻ കർത്താവ് നിന്നിൽ ആഗ്രഹിക്കുന്നു. വെളിപാട് പുസ്തകം 21-ാം അധ്യായം പറയുന്നത് പോലെ പുതിയ ആകാശം, പുതിയ ഭൂമി നിനക്ക് വേണ്ടി ദൈവം പണിതുയർത്തും. നീ തയ്യാറാണോ? ഒരൊറ്റ ചോദ്യം. നീ തയ്യാറാണെങ്കിൽ ദൈവം നിനക്ക് വേണ്ടി പണിതുയർത്തും. ഈ വചനം കേട്ടുകൊണ്ടിരിക്കുമ്പോൾ തീരുമാനമെടുക്കുക. ലോകത്തോടുള്ള മൈത്രി ജീവിതത്തിൽ ദുഃഖം ഉണ്ടാക്കും, ദൈവത്തോടുള്ള ബന്ധം സമാധാനം ഉണ്ടാക്കും. പ്രിയപ്പെട്ടവരെ, ദൈവം സമൃദ്ധമായിട്ട് അനുഗ്രഹിക്കട്ടെ. ലാസറും ധനവാനും നമ്മുടെ മുമ്പിൽ ഉപമ മാത്രമല്ല, മറിച്ച് വലിയൊരു പാഠം. ആരാവാൻ? ലാസറാവാൻ, ദൈവത്തോട് ചേർന്ന് ജീവിക്കാൻ ഒരു കൃപ. ദൈവം സമൃദ്ധമായിട്ട് നമ്മളെല്ലാവരും അനുഗ്രഹിക്കട്ടെ. ആമേൻ. ഒന്നായി പാടി വാഴ്ത്തിടാം, കൈത്താളം